ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയൊരു ഡ്രോൺ ഓപ്പൺ ചെയ്യാൻ പോവാണ്, അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ഡിജെയുടെ മിനി 4K ആണ് മോഡല്. തുറന്ന് നോക്കാം ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന്. നമ്മൾ ഫ്ലൈ മോഡ് കോമ്പോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബാറ്ററി, ക്യാരി ബാഗും എക്സ്ട്രാ പ്രൊപ്പലേഴ്സ് കൊടുത്തിട്ടും പിന്നെ കൺട്രോൾ ഉണ്ട്. The bag. Let's open the bag. Well, first drone. ഓക്കെ, അപ്പം ഡ്രോണിന് ഇവിടെ ഒരു ഇത് മിനി 4K ആണ് മോഡല്. ഇതിൻ്റെ ക്യാമറ, ഒരു പ്രൊട്ടക്ടർ ഉണ്ട് ഇവിടെ, പിന്നെ ഒരു സ്ട്രാപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ വെക്കാം. ബാക്കി എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കൺട്രോളർ. ഇതാണ് നമ്മുടെ കൺട്രോളർ. ഇതതിൻ്റെ നോബ്സ് ആണ്. ഇതിവിടെ ഫിറ്റ് ചെയ്യാനുള്ളതാണ് കാണിക്കുക. ഇതെന്താണ്? ഇത് ബാറ്ററി ചാർജറും ചാർജറിൻ്റെ കേസാണ്. പിന്നെ രണ്ട് ബാറ്ററി, ഒരെണ്ണം നമ്മുടെ ഡ്രോണിനകത്ത് കാണും. അപ്പോൾ 3 എണ്ണം. ഇനി നമുക്ക് കേബിൾസ്, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫോണുമായിട്ട് കൺട്രോളർ കണക്ട് ചെയ്യാനുള്ളതാണ്. മൈക്രോ USB ഉണ്ട്, ടൈപ്പ് C ഉണ്ട്. ഇത് ചാർജിങ് ടൈപ്പ് A to ടൈപ്പ് C ഉണ്ട്. ഇത് ടൈപ്പ് C to C ആണ്. പിന്നെ ഐഫോൺ ഉള്ളവർക്ക് ഇതിനകത്ത് തന്നെ ഒരു കേബിൾ ഉണ്ട്. ഇത് ലൈറ്റ്നിങ് കണക്ടറാണ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് മറ്റേ കേബിൾസ് യൂസ് ചെയ്യാം. നമുക്ക് നോക്കാം. പിന്നെ ബാഗിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സും സ്റ്റാർട്ട് ഗൈഡും ഒക്കെയാണ്. കുറേ പേപ്പേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് മൊബൈലിനകത്ത് ഒരു ഡിജെയുടെ ഫ്ലൈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ചെയ്തിട്ട് നമ്മളിത് കണക്ട് ചെയ്യണം. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൊട്ടക്ടർ.
ഇതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം. ഇതാണ് പവർ ബട്ടൺ. ഇവിടെ നമ്മുടെ ബാറ്ററി ഇടുന്ന സ്ഥലമാണ്. പിന്നെ നമുക്കിവിടെ ചാർജിങ് പോർട്ടുണ്ട്. ഇവിടെ ഒരു മൈക്രോ SD കാർഡ് ഇടാൻ പറ്റും നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി. നമുക്ക് ഇതിൻ്റെ കൂടെ 3 ബാറ്ററി കിട്ടുന്നുണ്ട്. 3 ബാറ്ററി. അപ്പോൾ നമ്മൾ ചാർജ് എടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം 30 മിനിറ്റ്സോളം കിട്ടും. അപ്പോൾ നമുക്കിത് കൂടുതൽ നേരം ഫ്ലൈ ചെയ്യും. ഓക്കെ, ഇത് കൺട്രോളറിൻ്റെ ഇവിടെ നമുക്ക് പവർ ബട്ടണുണ്ട്. പിന്നെ ഇത് കുറേ ഫങ്ഷൻ സ്വിച്ചുകളാണ്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം നമുക്ക് ഇതിൻ്റെ നോബ്സ് മാറ്റി. ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. സൂപ്പർ. ഓക്കെ, ഇനി നമുക്ക് ഫോണിനകത്ത് ഒരു ആപ്പ് DJI ഫ്ലൈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. കണക്ഷൻ ഗേജിനകത്ത് നമുക്കിത് ഏത് ഡ്രോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇതിലപ്പം മിനി 4K ആണ്, അത് സെലക്ട് ചെയ്തു. അപ്പം ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ നോബ്സ് താഴെയാണ് ഇരുന്നത്, അത് നമ്മളിവിടെ ഫിറ്റ് ചെയ്തല്ലോ. ഓക്കെ, അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതി. പിന്നെ പവർ ബട്ടൺ പറഞ്ഞേക്കുന്നത് ഒന്ന് ഞെക്കുക, പിന്നെ ഞെക്കിയിട്ട് ഹോൾഡ് ചെയ്യുക. പോണേ, എന്നിട്ട് കേബിൾ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്നത് നമ്മുടെ ഡ്രോണ് ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഗിംബൽ പ്രൊട്ടക്ടർ റിമൂവ് ചെയ്തു, ബാറ്ററി സ്ലൈഡ് ചെയ്തു. ഓക്കെ, ഇത് ഗിംബൽ പ്രൊട്ടക്ടർ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. നമ്മൾ ബാറ്ററി ഓൾറെഡി ഇൻസേർട്ടഡ് ആണ്. ഇനി നമ്മൾ ഇവിടെ ഇതാണ് പവർ ബട്ടൺ. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് രണ്ടാമത്തെ ക്ലിക്കിനെ ഹോൾഡ് ചെയ്യണം. അപ്പം നമ്മൾ ഡ്രോൺ ഓൺ ആയിട്ടിരിക്കുകയാണ്. കണക്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഡ്രോണിൻ്റെ ക്യാമറ നമുക്ക് ഇതിനകത്ത് മൊബൈലിനകത്ത് കാണാം. ഓക്കെ, ഇനി നമുക്ക് പിന്നീട് ഫ്ലൈ ചെയ്ത് നോക്കാം. ബാറ്ററി ഫുള്ളി ചാർജ് ആണ്, എന്നിട്ട് നമുക്ക് ഫ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോണ് DJIയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കി. പിന്നെ നമ്മൾ ഡ്രോണ് രജിസ്റ്റർ ചെയ്തു. പിന്നെ അതിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ
ഒക്കെയുണ്ട്. അത് ഡ്രോണിൽ നമ്മളത് ഡിസ്പ്ലേ ചെയ്യണമെന്നാണ്. ജസ്റ്റ് ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട് ഇൻ കേസ് ഫ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ 250 grams കുറവാണെങ്കിലും നമുക്ക് ക്യാമറ ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രോണിന് ക്യാമറ ഉണ്ടെങ്കിൽ നമ്മളത് രജിസ്റ്റർ ചെയ്യണം ഇവിടെ ഏവിയേഷൻ അതോറിറ്റിയിൽ. അപ്പോൾ നമുക്കൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്, ഒരു 10-15 minutes ഒരു വീഡിയോ ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതുണ്ട്, യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി സർട്ടിഫിക്കേഷൻ A1 A3 ഓപ്പൺ സബ് കാറ്റഗറിയിലാണ് നമുക്ക് ഇത് ലൈസൻസ് വേണ്ടിയത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ പേര്, ഇത് 5 years ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ വാലിഡിറ്റി. പിന്നെ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പറും ഉണ്ട്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അതിനകത്ത് സൈനപ്പ് ചെയ്യണം, നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവർ 24 hours നമുക്ക് വെരിഫിക്കേഷൻ്റെ ഇത് ഒരു 24 hours ഒക്കെ എടുക്കും. അപ്പോൾ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് പോയിട്ട് വീഡിയോ അറ്റൻഡ് ചെയ്യണം. പിന്നെ ഒരു €40 പേയ്മെൻ്റ് ഉണ്ട് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ നമുക്ക് ഫ്ലൈ ചെയ്യാം.